വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على خير خلقه سيدنا محمد خاتم النبيين وعلى آله وصحبه أجمعين. വേദിയിലുള്ള ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, സാദാത്തുക്കളെ, പണ്ഡിത വരേണ്യന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഇന്നിവിടെ സംബന്ധിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ഹൈസ്കൂളിൽ നിന്ന് 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസിനകത്തെത്തുകയാണ്. താൻ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയത്തോട് ഒരു വിദ്യാർത്ഥിക്കുണ്ടാകുന്ന സ്നേഹം ഏറെ വലുതാണ്. അമ്മിഞ്ഞ പാലിന്റെ രുചി മാറുന്നതിന് മുമ്പ് ഒരു വിദ്യാലയത്തിൽ എത്തിച്ച് സംസ്കാരമുള്ള, വിവേകമുള്ള ഒരു മനുഷ്യനാക്കി അവനെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇതുപോലെയുള്ള ഒരു സ്ഥാപനത്തിന് നിർവഹിക്കാനുള്ളത്. ഈ സ്ഥാപനത്തിന്റെ ദൗത്യവും അത് തന്നെയാണ്. വിജ്ഞാനിയുടെ തൂലികത്തുമ്പിലെ മഷി, ധർമ്മസമരത്തിൽ മരിച്ചു വീണ രക്തസാക്ഷിയുടെ രക്തത്തോട് ഉപമിച്ച റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്നുള്ള നിലയിൽ വിജ്ഞാനത്തിലൂടെയാണ് മനുഷ്യന്റെ പൂർണ്ണത നാം കണ്ടെത്തുന്നത്. കേരളീയ സമൂഹത്തിന്റെ നന്മയും അതാണ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിലും അതിനുശേഷം ഇസ്ലാം ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ അതിന്റെ ഭരണരംഗത്തുമൊക്കെ നിൽക്കുന്ന കാലഘട്ടവും പരിശോധിച്ചാൽ അത് വ്യക്തമാകും. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് കൊർദോവ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു ക്രിസ്ത്യാനികൾ പിന്നീട് മാർപ്പാപ്പയായി അംഗീകരിച്ച സെൽവസ്റ്റർ രണ്ടാമൻ മാർപ്പാപ്പ കൊർദോവ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ സന്ദർശക പുസ്തകത്തിൽ എഴുതി വെച്ചത് ഈ ലൈബ്രറിയുടെ കാവൽ സൂക്ഷിപ്പുകാരനായി പോലും ഇരിക്കാൻ യോഗ്യതയുള്ളവരെ ഞാൻ കണ്ടെത്തുന്നില്ല എന്നാണ്. മുസ്ലിങ്ങളുടെ ഒരു സർവകലാശാലയുടെ ഗ്രന്ഥശാലയുടെ കാവൽ സൂക്ഷിപ്പുകാരനായി പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവൻ എന്ന് ഒരു കാലഘട്ടത്തിൽ സെൽവസ്റ്റർ രണ്ടാമൻ മാർപ്പാപ്പ എഴുതി വെച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടം ഇസ്ലാമിലെ വിജ്ഞാനത്തിന്റെ ഉന്നതമായ ശ്രേണിയുടെ കാലഘട്ടമായിരുന്നു. അന്നത്തെ പണ്ഡിത സമൂഹം തേടിപ്പോയത് വലിയ വലിയ ഗ്രന്ഥങ്ങളെയാണ്, വലിയ വലിയ വിജ്ഞാനത്തെയാണ്. എവിടെയും വിജ്ഞാനം തേടിപ്പിടിക്കാനുള്ള ത്വരയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സത്യവിശ്വാസിയുടെ വീണുപോയ ധനമാണ് വിദ്യാഭ്യാസം. അതെവിടെ കണ്ടാലും തിരിച്ചെടുക്കണം എന്നുള്ളത്, ആ തിരിച്ചെടുക്കാനുള്ള അവരുടെ തിരിച്ചുപോക്ക്, അതാണ് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പ്രകടമായി കാണേണ്ടത്. ആ തിരിച്ചുപോക്കിലൂടെ നമുക്ക് ആ നന്മയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ നൂഹ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിന് വന്ന അസുഖം ഭേദമാക്കിയിട്ട് ആ ഭേദമാക്കിയതിന് ഒരിക്കലും മാറാത്ത രോഗം ഭേദമാക്കിയതിന് പകരമായി എനിക്കെന്ത് നൽകണം, നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രാജ്യത്തിന്റെ പാതി വേണ്ട, എനിക്ക് അങ്ങയുടെ കൊട്ടാരത്തിലെ അധികാരത്തിന്റെ പങ്കാളിത്തം വേണ്ട, അങ്ങ് എനിക്ക് ഒന്ന് മാത്രം നൽകിയാൽ മതി, അങ്ങയുടെ ഈ വിശാലമായ ഗ്രന്ഥശേഖരത്തിലെ പുസ്തകം സ്വതന്ത്രമായി വായിക്കുവാൻ എനിക്ക് അനുവാദം നൽകണം എന്ന് പറഞ്ഞ അവീസിന്റെ ചരിത്രം, ഇബ്നു സീനയുടെ ചരിത്രം, അതൊരു വലിയ ചരിത്രമാണ്. കാരണം എനിക്ക് ആ പുസ്തക ശേഖരങ്ങൾ മതി എന്ന് പറയുന്നത്, കാരണം അത് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച ഒരു വിജ്ഞാനത്തിന്റെ സംസ്കാരമായിരുന്നു. ആ സംസ്കാരം നമുക്ക് ഇനിയും ഉൾക്കൊള്ളാനാകണം.
കേരളീയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ മഹത്തരമായ സംസ്കാരം എന്ന് പറയുന്നത്, ഇവിടെ ഇസ്ലാമിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ തന്റെ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും രാജാക്കന്മാർ നടത്തിയ പോരാട്ടമായിരുന്നില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിനെ പോലെയുള്ള പ്രശസ്തരായ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഇസ്ലാമിന്റെ പ്രബോധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനമാണ് കേരളീയ മുസ്ലിങ്ങളുടെ ഔന്നിത്യത്തിന് വഴിയൊരുക്കിയത്. അവരൊക്കെ ഉണ്ടാക്കി തന്ന വിജ്ഞാനത്തിന്റെ പ്രഭ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മഹാനായ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ ചെയ്ത സേവനമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടായ മുസ്ലിം ഉമ്മത്തിന്റെ ഈ വളർച്ചയുടെ വികാസത്തിന്റെ വഴിയൊരുക്കിയത്. അതുകൊണ്ട് തന്നെ നാം ഉണ്ടാക്കിയെടുത്ത വിജ്ഞാനം എന്ന് പറയുന്നത് അത് നമുക്ക് തലമുറകളിലൂടെ കൈമാറി കിട്ടിയതാണ്. അതിലേക്ക് ആധുനികമായ വിജ്ഞാനം കൂടി ലഭ്യമാകണം. ലോകം ഇന്ന് ടെക്നോളജിയുടെ കൂടെയാണ്. ലോകത്തിന്റെ സവിശേഷത പുതിയ ഏതൊരു ശാസ്ത്രീയമായ നേട്ടമുണ്ടാകുമ്പോഴും എനിക്ക് പൂർണ്ണമായി പറയാൻ കഴിയും, ഈ മർക്കസ് ഹൈസ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ആ ശാസ്ത്രീയ നേട്ടത്തിന് മുമ്പിൽ അമ്പരന്നുകൊണ്ട് ഇസ്ലാമിനെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലേക്ക് ഉണ്ടാകില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ശാസ്ത്രം അതിന്റെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ അള്ളാഹുവിന്റെ കലാമതല്ല, അത് മാറ്റത്തിന് വിധേയമല്ല. അത് ശാസ്ത്രീയമായ നേട്ടങ്ങൾക്കനുസരിച്ച് മാറാനുള്ളതല്ല. എല്ലാം ഇങ്ങോട്ട് വരും. കാലം മാറ്റി എഴുതും. കാലം മാറ്റി എഴുതിയേ പറ്റൂ. കാരണം ഓരോ കാലഘട്ടത്തിലും ഒരു ഗ്ലോബ് മേശപ്പുറത്തേക്ക് കയറ്റിവെച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് രാപ്പകൽ ഉണ്ടാകുന്നത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ച ക്ലാസ് റൂമുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അന്നും മദ്രസയിൽ നിന്ന് രാവിലെ വശംസു തജ്രി, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ലിമുസ്തഖറില്ല, അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പഠിച്ചു പോകുന്നവരാണ് നമ്മൾ. സൗരയൂഥമുണ്ട്, ഒരു ഭ്രമണപഥമുണ്ട്, അതിലൊന്നാണ് ഭൂമി എന്ന് പഠിക്കുമ്പോഴും ശാസ്ത്രം ഇന്നാണ് ആ നേട്ടങ്ങളിലേക്ക് എത്തിയത്. ശാസ്ത്രം ആ നേട്ടത്തിലേക്ക് എത്തുമ്പോഴും ഇസ്ലാം അതെത്തിയിരുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി. ആഗോളതാപനം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി. ആഗോളതാപനത്തിന്റെ ഫലമായി ലോകത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുക മാത്രമല്ല, മാലിദ്വീപിന്റെ ഭരണാധികാരികൾ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓക്സിജൻ മാസ്ക് ധരിച്ച് മന്ത്രിസഭാ യോഗം കൂടി. ഇങ്ങനെ വന്നാൽ ലോകത്ത് വെള്ളപ്പൊക്കമുണ്ടാകും. ചൂടുകൂടിയാൽ വെള്ളപ്പൊക്കമുണ്ടാകും. അന്റാർട്ടിക്കയിലെ മഞ്ഞുകട്ടകൾ ഭൂഖണ്ഡങ്ങളെക്കാൾ വലിപ്പമുള്ളതാണ്. അത് ഉരുകുകയാണ്. അതൊരുകുന്ന മഞ്ഞുകട്ടയിലെ വെള്ളം നമ്മുടെ സമുദ്രത്തിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ ഉണ്ടാകാൻ പോകുന്നത് വലിയ പ്രളയമാണ്. അതുകൊണ്ട് ഇതിനെ തടുത്തു നിർത്തണം. ശാസ്ത്രജ്ഞന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് പോലും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനം അന്തിമമായ തീരുമാനത്തിലെത്തി. മരം വെച്ച് പിടിപ്പിക്കണം. മരം വെച്ച് പിടിപ്പിക്കണം ലോകത്ത്. അള്ളാഹുവിന്റെ പ്രവാചകർ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രപഞ്ചം നശിക്കുകയാണ്, ഗോളങ്ങൾ കൂട്ടുമുട്ടുകയാണ്. ഇനി ഈ ലോകത്ത് അവശേഷിക്കുന്നത് ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ അയാളുടെ കൈവശം ഭൂമിയിൽ നട്ടാൽ തളിർക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പുണ്ടെങ്കിൽ, മരത്തിന്റെ കൊമ്പുണ്ടെങ്കിൽ അത് ഭൂമിയിൽ നട്ടിരിക്കട്ടെ എന്ന് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് ആധുനിക ലോകം ഇന്ന് അമ്പരക്കുകയാണ്. ശാസ്ത്രത്തിന്റെ നേട്ടം അവിടേക്കാണ് എത്തുന്നത്. ആ മരം വെച്ച് പിടിപ്പിച്ചേ പറ്റൂ. യുദ്ധക്കളത്തിലേക്ക് പോകുന്ന പട്ടാളക്കാരോട് നിങ്ങൾ മരുഭൂമിയിലെ ദേവദാര മരങ്ങൾ മുറിച്ചു നീക്കരുതെന്ന് പ്രവാചകൻ കൽപ്പിക്കുമ്പോൾ ആ മരങ്ങളുടെ ഔന്നിത്യം എത്രയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ശാസ്ത്രം പല വളർച്ചയും എത്തുന്നത് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ്. നാം എപ്പോഴും എത്തേണ്ടത് നമ്മുടെ ആധുനികമായ വളർച്ചയിലേക്കൊക്കെ എത്തുന്നു. ചൊവ്വയിലേക്ക് ഉപഗ്രഹം പോയി. ചൊവ്വയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മിനിഞ്ഞാണ് പത്രം എഴുതിയത്, ജലമൊഴുകുന്ന നദികൾ വരെ കണ്ടെത്തുന്നു എന്നാണ്. വെള്ളമില്ല, അടയാളം കാണുന്നുണ്ട്. ആ ജലത്തിന്റെ അംശമുള്ളത് കൊണ്ട് ഇനി കണ്ടെത്തേണ്ടത് ജീവനാണ്. ഇനി ജീവനാണ്. പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്നു. നമ്മൾ വലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള് കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ലി ഷൈഇൻ ഹയ്യിൻ ഫലാ യുമിനൂൻ. ആകാശവും ഭൂമി ഒന്നായിരുന്നു. ഭൂമിയെ ഞാൻ വേർപ്പെടുത്തി ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നാണ്. ജീവന്റെ കണിക വെള്ളത്തിൽ നിന്നാണ്. ബിഗ് ബോൺ തിയറി, ലോകത്ത് ബിഗ് ബോൺ തിയറി പ്രഖ്യാപിക്കുകയാണ്. ഈ ഗോളം ഒന്നായിരുന്നു, അത് പൊട്ടിത്തെറിച്ചു, പല ഗോളങ്ങളായി മാറി. ആ ബിഗ് ബോൺ തിയറി പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചു. ആ ഖുർആൻ
പാരായണം ചെയ്തുകൊണ്ട് അതിന്റെ ആഴങ്ങളിലെ ആ മുത്ത് തപ്പിയെടുക്കും.